കാട്ടിലെ മാവിൻ കൊമ്പിലെ കൂട്ടിലാണ് സുന്ദരിയായ മഞ്ഞക്കിളി താമസിച്ചിരുന്നത്. മഞ്ഞക്കിളി തൻ്റെ മുട്ടകൾക്ക് അടയിരിക്കുന്നതിനാൽ പുറത്തിറങ്ങാറേയില്ലായിരുന്നു. എല്ലാ ദിവസവും തൻ്റെ മുട്ടകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നത് മഞ്ഞക്കിളിയുടെ പതിവായിരുന്നു. 1 2 3 4 5 6 7 8 9. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഞ്ഞക്കിളിക്ക് 9 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇത് കണ്ട മഞ്ഞക്കിളിക്ക് ഒരുപാട് സന്തോഷമായി. തൻ്റെ മുട്ടകൾ എണ്ണിയതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും എണ്ണി തിട്ടപ്പെടുത്താൻ മഞ്ഞക്കിളി മറന്നില്ല. 1 2 3 4 5 6 7 8 9. കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രാപ്തിയായപ്പോൾ തീറ്റ തേടുവാൻ മഞ്ഞക്കിളി അവരെയും കൂട്ടിയിരുന്നു. എല്ലാ ദിവസവും തീറ്റ തേടി തിരികെ എത്തിയതിനു ശേഷം മഞ്ഞക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ കൃത്യമായി എണ്ണിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം തീറ്റ തേടി തിരിച്ചു വന്ന മഞ്ഞക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ എണ്ണുവാൻ തുടങ്ങി. 1 2 3 4 5 6 7 8. എണ്ണിത്തീർന്ന മഞ്ഞക്കിളി തൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ തൻ്റെ ബാക്കിയുള്ള മക്കളെ സുരക്ഷിതമായി കൂട്ടിലിരുത്തിയ ശേഷം നഷ്ടപ്പെട്ട കുഞ്ഞിനെ തപ്പി മഞ്ഞക്കിളി പുറപ്പെട്ടു. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ തപ്പി മഞ്ഞക്കിളി ഒരുപാട് അലഞ്ഞു. പെട്ടെന്നാണ് മഞ്ഞക്കിളി നെറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞിന്റെ അടുത്തെത്തി കുഞ്ഞിക്കിളിയെ രക്ഷപ്പെടുത്തുവാനുള്ള പല വഴികളും മഞ്ഞക്കിളി ആലോചിച്ചു. അപ്പോഴാണ് നെറ്റ് ആണി ഉപയോഗിച്ച് തറച്ചു വെച്ചിരിക്കുന്നത് മഞ്ഞക്കിളി കാണുന്നത്. തൻ്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് മഞ്ഞക്കിളി ആണി വലിച്ചൂരി. അങ്ങനെ കുഞ്ഞിക്കിളിയെ രക്ഷപ്പെടുത്തി. കഥ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? ഈ കഥയിൽ ലെറ്റർ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകൾ നിങ്ങൾ കണ്ടു? ഒന്ന് ഓർത്തു നോക്കിക്കേ. നെസ്റ്റ്, നയൻ, നെറ്റ്, നെയില്. നെസ്റ്റ്, നയൻ, നെറ്റ്, നെയില്. ബൈ ബൈ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിതെവിടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ കുഞ്ഞിക്കിളി കുടുങ്ങിക്കിടുന്ന നെറ്റാണിത്. നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞിക്കിളിയുടെ കഥ കണ്ടിരുന്നോ? ആ കഥയിൽ നമ്മൾ ലെറ്റർ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകൾ പഠിച്ചു? നെസ്റ്റ്, നയൻ, നെറ്റ്, നെയിൽ. നമുക്കൊരുമിച്ച് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നെസ്റ്റ്, നയൻ, നെറ്റ്, നെയിൽ. നമ്മളിപ്പോൾ ഇത്രയും വേർഡുകൾ പഠിച്ചു. ഇനിയും ലെറ്റർ എൻ എഴുതാൻ കൂടി പഠിക്കണ്ടേ നമുക്ക്? ലെറ്റർ എൻ എഴുതി പഠിക്കാൻ നമുക്ക് മാജിക് പെൻസിലിനെ വിളിക്കാം. എല്ലാവരും ഉച്ചത്തിൽ വിളിക്കൂ. മാജിക് പെൻസിൽ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ.
ഇതാണ് സ്മോൾ ലെറ്റർ N. ലെറ്റർ N എഴുതാൻ എളുപ്പമല്ലേ? ഇപ്പോൾ നമുക്ക് ലെറ്റർ N എഴുതുവാനും ലെറ്റർ N ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളും അറിയാം. ബൈ ബൈ ഫ്രണ്ട്സ്.